കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയസ് സെൻട്രൽ സ്കൂളിലെ നഴ്സറി വിഭാഗത്തിന്റെ പ്രവേശനോത്സവം നടത്തി. രക്ഷിതാക്കൾക്ക് കൗൺസിലിംഗും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയസ് സെൻട്രൽ സ്കൂളിലെ നഴ്സറി വിഭാഗം പ്രവേശനോത്സവമാണ് നടത്തിയത്. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ സ്ഥാപക ചെയർമാൻ ഡി ജോർജ് കാട്ടുത്തറയിൽ നിർവഹിച്ചു. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. നാം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ ആശ്ലേഷിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി സ്കൂളിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരോട് സ്നേഹപൂർവ്വം എന്തെല്ലാമാണ് ക്ലാസ്സുകളിൽ നടന്നത്, സ്കൂളിൽ നടന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും അവരെ സ്നേഹപൂർവ്വം വാത്സല്യത്തോടുകൂടിയും അവരോട് ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യേണ്ട കടമ നമുക്കുണ്ട്. എങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മക്കളോട്, കൊച്ചുമക്കളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരോട് പെരുമാറണം എന്നതിനെ കുറിച്ച് ഇന്നൊരു വിദഗ്ധമായ ക്ലാസ്സാണ് ബഹുമാനപ്പെട്ട സുനിൽ ഡി സാറിൻ്റെത്. തീർച്ചയായിട്ടും ആ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാകും. എങ്ങനെ നമ്മൾ കുട്ടികളോട് പരിചരിക്കണം എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നതാണ്. ഞാൻ ഒരു കാര്യം നമ്മോട് നേരത്തെ പറയട്ടെ, സുനിൽ ഡി സാറിന്റെ മഹത്വത്തെ കുറിച്ച് കൂടുതൽ പുകഴ്ത്തുന്നില്ല. ഞാൻ എൻ്റെ രണ്ടു മക്കളെയും, എൻ്റെ മൂത്ത മകൾ ജെംസി ജോർജിനെയും രണ്ടാമത്തെ മകൻ സ്കൂൾ ഡയറക്ടർ ജോർജിനെയും അവരുടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സുനിൽ സാറിന്റെ വീട്ടിലെത്തി. എന്താണ് അടുത്ത സ്റ്റെപ്പ്, എങ്ങനെ എൻ്റെ മക്കൾ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് അഡ്വൈസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിച്ചവരാണ് ഞാനും എൻ്റെ ഭാര്യ മേഴ്സി ജോർജ്. മേഴ്സി ജോർജ് സ്കൂളിൽ ഇന്ത്യയോട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ വിദഗ്ധമായ ഉപദേശത്തിലാണ് അവരുടെ മുന്നോട്ടുള്ള പഠനം തുടർന്നത്. എൻ്റെ മകൾ ജെംസി ജോർജ് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. രണ്ട് മക്കളും കുടുംബവുമായിട്ട് അവിടെ കഴിയുകയാണ്. ഇളയ മകൻ ഡയറക്ടർ ജിജോ ജോർജ്, അവൻ ട്വിൻസ് ആണെന്ന് നമുക്കറിയാം. ഗ്രാൻഡ് പേരൻസിന്റെ റെപ്രസെന്റേറ്റീവ് മേഴ്സി ജോർജ് ഞാൻ ഇവിടെ ഇരിക്കുന്ന രണ്ട് ട്വിൻസ് ആണ് അവർക്കുള്ളത്, എനിക്കുള്ളത്. ഞാൻ ഗ്രാൻഡ് പേരൻസ് ആണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും സാറിന്റെ ക്ലാസ്സിന് വേണ്ടിയാണ് നാം കാതോർത്തിരിക്കുന്നത്. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഈ സ്ഥാപനത്തിന്റെ കാവൽപിതാവായ പരിമല തിരുമേനി നമ്മെ എന്നും ആശ്ലേഷിക്കുന്നതായി കരുതിയിട്ടുണ്ട്. ഹൈബൽ അനസ് സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ ജിജോ ജോർജ്, PTA പ്രസിഡന്റ് ഹാഷിം എം, ആദ്യ LJ, പ്രിൻസിപ്പൽ പുഷ്പലത MS, വൈസ് പ്രിൻസിപ്പൽ പ്രദീപ് ജയപ്രകാശ്, അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ S, നഴ്സറി പ്രിൻസിപ്പൽ ഡയാന സിൽവസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് സ്വജ KS എന്നിവർ പങ്കെടുത്തു. ഇൻസൈറ്റ് മിഷൻ സ്ഥാപകൻ സുനിൽ ഡി കുരുവിള രക്ഷിതാക്കൾക്കുള്ള കൗൺസിലിംഗിന് നേതൃത്വം നൽകി. വെറുതെ കുറെ പഠിക്കുക, പരീക്ഷ എഴുതുക, മാർക്ക് വാങ്ങിക്കുക, അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തിനൊരു വലിയ ലക്ഷ്യമാണ്. ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദയവീത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഒന്നും ആക്കരുത്. ആ മലയാള വാക്കിന് 2 അർത്ഥമുണ്ട്. ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു കളിയാക്കുക എന്നും കൂടി അതിനർത്ഥമുണ്ട്. ദയവീത് നമ്മുടെ മക്കളെ നമ്മൾ അവരുടെ ജീവിതം കൊണ്ട് കളിയാക്കരുത്. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു ലക്ഷ്യവും യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ലാത്ത ലക്ഷ്യമാണ്. യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. ഇന്നലെ എന്നെ വിളിച്ചത് എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, പെട്ടെന്ന് വൈറലായ ഒരു വീഡിയോ ആണ് ലാസ്റ്റ് വീഡിയോ. അതിപ്പോൾ തന്നെ 30,000 പേര് കണ്ടു കഴിഞ്ഞു. ഇട്ടിട്ട് 2 ദിവസമായി. ആ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരെ കുറിച്ചാണ്. എങ്ങനെയാണ് ഈ ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരുണ്ടാകുന്നത്? ടോക്സിക് ആയിട്ടുള്ള മനുഷ്യർ ഈസ് ദ റിസൾട്ട് ഓഫ് ടോക്സിക് പാരന്റിങ്. ഇന്നലെ എന്നെ മലപ്പുറത്ത് നിന്ന് വിളിച്ച ഒരു പെൺകുട്ടി, ഷീ ഈസ് 29 years old, എ വൈഫ് ഓഫ് എ ഡോക്ടർ. ഒരു ഡോക്ടറിന്റെ ഭാര്യയാണ്. 33 വയസ്സുള്ള ഒരു ഡോക്ടറിന്റെ ഭാര്യയാണ്. A well-educated girl. She is an MSc in physics, but she is not working because she is the wife of a doctor, a very busy doctor. രാവിലെ സാമ്പാറും ഇഡ്ഡലിയും കഴിക്കാൻ കൊടുത്തത് നേരെ എടുത്ത് മുഖത്തോട്ട് എറിഞ്ഞിട്ടാണ് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോയത്. ഇവൻ ഡോക്ടറാണോ മൃഗമാണോ? എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള മനുഷ്യരെ ഈ ലോകത്ത് സൃഷ്ടിക്കുന്നത്? നിങ്ങൾ സൃഷ്ടിച്ച ആ ഡോക്ടർ എന്താണ്? ഒന്നുമല്ല. നിങ്ങൾ ഡോക്ടറെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ എന്തോ വലിയ ചാമ്പ്യനായെന്നാണ്.
എത്രയോ ഡോക്ടർമാർ ലോകത്ത് ദുരന്തമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.